ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കരുത്ത് അല്ലെങ്കിൽ ശക്തി എന്നതിൻ്റെ കുറച്ച് നിയമങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഈ നിയമങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് മേഖലയിലാണെങ്കിലും, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് മേഖലയിലാണെങ്കിലും, പേഴ്സണൽ ലൈഫിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട ബഹുമാനം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനും നടത്തിയെടുക്കാനുമൊക്കെ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം മറ്റൊരാളിൽ നിന്ന് നിങ്ങൾക്ക് നേടിയെടുക്കണം, അല്ലെ സാധിച്ചെടുക്കണം. അതുമല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ട്, നിങ്ങൾക്ക് നെഗോസിയേഷൻ അഥവാ വിലപേശലിൻ്റെ കാര്യം വരുമ്പോൾ ആ വിലപേശൽ നല്ല രീതിയിൽ നടക്കണം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവുമായിട്ട് ഡീലിങ്ങിന് പോകുമ്പോൾ ആ ഡീലിംഗ് നല്ല രീതിയിൽ തന്നെ പൂർത്തിയാവണം, നിങ്ങൾക്കതിൽ ഗുണമുണ്ടാകണം. ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ നിയമങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സൈക്കോളജിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുക. നിങ്ങളിപ്പോൾ ഒരാളുടെ സപ്പോർട്ട് ചോദിക്കാൻ പോവുകയാണെങ്കിലും, മറിച്ച് ഒരു നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെങ്കിലും, നിങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവർക്കെന്ത് ഗുണമുണ്ടാകും എന്നതിനെപ്പറ്റി മാത്രം ചർച്ച ചെയ്യുക. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് അന്ന് അങ്ങനൊരു ഉപകാരം ചെയ്തു തന്നാണ്, ഇനി നിങ്ങൾ എനിക്ക് ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്തു തരണം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ ആ ചർച്ച പരാജയമാകാനായിരിക്കും കൂടുതൽ ചാൻസ്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം കൂടുതലായി എടുത്തു പറയുക. മനുഷ്യർ എല്ലായ്പ്പോഴും സെൽഫിഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവനവൻ്റെ ഗുണം, അല്ലെ അവനവൻ എന്ത് ഗുണമുണ്ടാകും എന്നതിനെപ്പറ്റി മാത്രമേ അവരൊരു കാര്യം വരുമ്പോൾ ചിന്തിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കുക. അടുത്തൊരു നിയമം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ് ഉള്ള വ്യക്തിയാണെങ്കിലും, അതുമല്ലെങ്കിൽ ഒരു ബിസിനസ് ആശയമുള്ള വ്യക്തിയാണെങ്കിലും, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആശയം മുഴുവനായിട്ട് ഒരാളോട് പറയരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആശയം ഒരുപക്ഷെ ഒരു കട്ടെടുത്ത് അവരുടെ വിജയത്തിലേക്കുള്ള അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു വഴിയാക്കി അത് മാറ്റും. നിങ്ങളുടെ ബിസിനസ് ആശയങ്ങളെ എല്ലായ്പ്പോഴും നിങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക. അതുപോലെ നിങ്ങൾക്ക് കീഴിൽ പണിയെടുക്കുന്ന വ്യക്തികളെ നിങ്ങളുടെ ബിസിനസ്സിലെ ചെറിയൊരു കണ്ണിയാക്കി മാത്രം നിലനിർത്തുക. അവരെല്ലായ്പ്പോഴും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിൽക്കാൻ പാടുള്ളൂ. ആ രീതിയിലായിരിക്കണം അവരോട് നിങ്ങൾ പെരുമാറേണ്ടതും പ്രവർത്തിക്കേണ്ടതും. പല ആളുകളും ചെയ്യുന്ന തെറ്റാണ്, തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് പോലും തങ്ങളുടെ എല്ലാ ബിസിനസ് ആശയങ്ങളും അവർ വെളിപ്പെടുത്തും. ബിസിനസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അവർ പറഞ്ഞു കൊടുക്കും. പിന്നെ സംഭവിക്കുന്ന കാര്യം, ഈ കീഴിൽ പണിയെടുത്തിരുന്നവർ അവരുടെ കമ്പനിയിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി അത് വിജയിപ്പിച്ചെടുക്കും. ഇതിലൂടെ ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം കമ്പനിയായിരിക്കും നഷ്ടത്തിലേക്ക് മാറുക. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ബിസിനസ് ആശയങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയാതെ ഇരിക്കുക. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞ 2 നിയമങ്ങളും നിങ്ങൾ പാലിക്കേണ്ടതാണ്. ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണറിനോട് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പറയാതിരിക്കുക. അതിപ്പോൾ എത്ര അവരെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും. അതുപോലെ ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അവരെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കണമെങ്കിലോ നേടിയെടുക്കണമെങ്കിലോ ഒരുപക്ഷെ അവർക്ക് ഗുണമുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ അവരോട് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 2 നിയമങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ ബിസിനസ് ലൈഫിലും പേഴ്സണൽ ലൈഫിലുമൊക്കെ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരിക്കലും ഒരു അത്യാഗ്രഹിയും എടുത്തുചാട്ടക്കാരനുമൊന്നും ആവാതിരിക്കുക. കാരണം ഇത് രണ്ടും നിങ്ങളുടെ വിജയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇവ രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപകടങ്ങളും നിങ്ങളുടെ പുറകെ ഉണ്ടാകും. അതുകൂടെ മനസ്സിലാക്കുക. പേഴ്സണൽ ലൈഫിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും എടുത്തുചാട്ടവും അത്യാഗ്രഹമുള്ളവർ എന്നും പരാജയപ്പെട്ടിട്ടുള്ളൂ. അത് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോയിൽ 2 നിയമങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.